ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്ലാഡിയേറ്റർ 2 ഈ ആഴ്ച റിലീസാണ്. അപ്പോൾ ഗ്ലാഡിയേറ്റർ 1 എന്താണ് സംഭവിച്ചതെന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു റീക്യാപ്പ് വീഡിയോ ആണ് ഗ്ലാഡിയേറ്റർ 1. അപ്പോൾ ഞാൻ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബേസ് സ്റ്റോറി പറയാനാണ് പോകുന്നത്. AD 180 നടക്കുന്ന സ്റ്റോറിയായിട്ടാണ് കാണിക്കുന്നത്. റോമൻ സാമ്രാജ്യവും ബാർബേറിയൻസ് ആയിട്ടുള്ളൊരു ഫൈറ്റാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ആ സമയത്ത് മാർക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഉള്ളത്. ആ മാർക്കസിൻ്റെ അണ്ടറിൽ അവരുടെ ജനറലായിട്ട് നിന്ന ആളാണ് നമ്മുടെ നായകനായ മാക്സിമസ് നമ്മുടെ റസൽ ക്രോ ആണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കം അവർ തമ്മിൽ ബാർബേറിയൻസും റോമൻസും തമ്മിൽ യുദ്ധമാണ്. അപ്പോൾ അത് ഭയങ്കര ടെക്നിക്കലി അവർ ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ട് റോമൻസ് അതിൽ ജയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജയം കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കസ് വന്നിട്ട് ഇവരെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ അഭിനന്ദിക്കുന്ന സമയത്ത് ആളുടെ ഒരു മോനുണ്ട്, കൊമണ്ടസ് എന്ന് പറഞ്ഞിട്ട്. കൊമണ്ടസും പിന്നെ മകളും ഉണ്ട്, ലുസീലിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് മാക്സിമസും ലുസീലിയയും തമ്മിൽ പ്രണയത്തിലൊക്കെ ആയിരുന്നു. അത് പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ മാക്സിമസിന് ഒരു ഭാര്യയും മോനും വേറെയുണ്ട് അവൻ്റെ നാട്ടിൽ. അപ്പോൾ ഈ യുദ്ധം നടന്ന് ജയിച്ചതിന് ശേഷം മാർക്കസ് പറയും, എൻ്റെ സക്സസറായിട്ട് ഇനി ഞാൻ മാക്സിമസിനാക്കാൻ പോകണം. എൻ്റെ മകൻ അത്രയ്ക്ക് ഫിറ്റല്ല, കൊമണ്ടസ് അത്രയ്ക്ക് ഫിറ്റല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സക്സസറായിട്ട് എൻ്റെ ജനറലിനെയാണ് മാക്സിമസിനെ ആക്കാൻ പോകണമെന്ന് പറയും. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് മോൻ അറിയും, കൊമണ്ടസ് അറിയും. മോൻ എന്ത് ചെയ്യും, ആരും അറിയാതെ രാത്രി പോയിട്ട് അവൻ്റെ അച്ഛൻ്റെ മാർക്കസിനെ കൊല്ലാണ് ചെയ്യുന്നത്. കൊന്നിട്ട് സ്വയം എംപററായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ പട്ടാളക്കാരെ വിട്ട് നമ്മുടെ മാക്സിമസിനെ കീഴടങ്ങാൻ പറയും. മാക്സിമസിൻ്റെ അടുത്ത് കീഴടങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ തമ്മിൽ, ആ പട്ടാളക്കാരും മാക്സിമസ് തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കും. ഫൈറ്റ് നടക്കുമ്പോൾ കുറച്ച് മാക്സിമസിന് പരിക്കുകൾ പറ്റിയെങ്കിലും മാക്സിമസ് ജയിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് ചെയ്യുന്നത്. ഓടി രക്ഷപ്പെട്ട് തൻ്റെ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തൻ്റെ ഭാര്യനെയും കൊച്ചിൻ്റെയും കൊമണ്ടേഴ്സ് അവിടെ കൊന്ന് തൂക്കിയിട്ടൊക്കെയായിരുന്നു, വീടും കത്തിച്ചേക്കായിരുന്നു. അപ്പം അതിൻ്റെ നിരാശയിൽ ആള് നല്ല പരിക്കുകൊണ്ട് ഭാര്യനെയും കൊച്ചിനെയും കുഴിച്ചുവിടുകയും പരിക്കിൽ ആള് തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അവിടേക്കാണ് ഈ അടിമകളെ ക്യാപ്ചർ ചെയ്യുന്ന കുറച്ച് ടീംസ് വന്നിട്ട് മാക്സിമസിനെ പിടിച്ചുകൊണ്ടുപോകണം. മാക്സിമസിനെ തളർന്ന് കിടക്കായിരുന്നു. പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ ബോധം വരുമ്പോൾ അവൻ നോക്കുമ്പോൾ ഈ അടിമകളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. ആ അടിമകളുടെ അവിടെ നിന്ന് ഒരു ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടിയിട്ട്, ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ് ഗ്ലാഡിയേറ്റേഴ്സ്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുക, അതിൽ ഓപ്പോസിറ്റ് ആളിനെ കൊല്ലണം, അങ്ങനെയൊക്കെ രീതിയിലുള്ള ഫൈറ്റ് ആസ്വദിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഗ്ലാഡിയേറ്റേഴ്സ്, ഫൈറ്റ് നടത്തുന്നവർ. അപ്പോൾ ഈ ഗ്ലാഡിയേറ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളുണ്ട്, പ്രോക്സിമോ എന്ന് പറഞ്ഞിട്ടൊരാൾ. ആൾ നമ്മുടെ മാക്സിമസിൻ്റെ അടിമകളുടെ അവരിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുക ചെയ്യണം. അതേസമയം തന്നെ നമ്മുടെ കൊമൻഡേഴ്സ് എന്നാണെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് റോമ സാമ്രാജ്യത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ 150 ദിവസത്തെ ഗ്ലാഡിയേറ്റർ പ്രോഗ്രാം അനൗൺസ് ചെയ്യും. ഇപ്പോൾ കൊളോസിയത്തിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കുക. മെയിൻ ഫൈറ്റ് കൊളോസിയത്തിലാണ് നടക്കുക. ആദ്യം തന്നെ ഈ പ്രോക്സിമോ എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമസ് മേടിച്ച ആൾ ഇവന് ഗ്ലാഡിയേറ്റർ ആവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ആദ്യം മാക്സിമസ് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ കാണിക്കുകയും ഇവനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഫുള്ളും റിവഞ്ച് എടുക്കണമെന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവന് കുറേ കൂട്ടുകാരെയും കിട്ടുന്നുണ്ട്. ജൂബോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ആഫ്രിക്കൻ സ്ലേവിനൊക്കെ കാണുന്നുണ്ട് അവൻ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ അടിമകളായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഈ പ്രോക്സിമോ പറയും, ഇങ്ങനെ കൊമൻഡേഴ്സ് ഒരു 150 ദിവസത്തെ ഗ്ലാഡിയേറ്റർ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ഈ മാർക്കസിൻ്റെ അണ്ടറിൽ ഞാനും ഒരു സ്ലേവ് ആയിരുന്നു, ഗ്ലാഡിയേറ്ററായിട്ട് ഞാൻ വിജയിച്ച് കഴിഞ്ഞപ്പോൾ മാർക്കസ് എന്നെ ഫ്രീ ചെയ്തതാണ്. അപ്പോൾ നിനക്കും വേണമെങ്കിൽ ഗ്ലാഡിയേറ്ററായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നിനക്കും ഫ്രീഡം കിട്ടും. അപ്പോൾ നീ അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അപ്പോൾ നിനക്ക് നിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയും. അപ്പോൾ അവൻ പിന്നെ നോക്കുമ്പോഴത്തേക്ക് കൊമൻഡേഴ്സിലേക്ക് എത്താൻ ഉള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്റർ ആവുക എന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ അവനും അവൻ്റെ കൂട്ടുകാരും ആ സ്ലേവ് ഗ്യാങ്ങും കൂടിയിട്ട് ഗ്ലാഡിയേറ്റർ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചെറിയ ഫൈറ്റിലൊക്കെ ഇവർ ഒരുമിച്ച് ചേർന്ന് ഓപ്പോസിറ്റ് ടീമിനൊക്കെ തോൽപ്പിച്ച് ലാസ്റ്റിൽ കൊളോസിയത്തിലേക്ക് എത്താണ്. കൊളോസിയത്തിൽ ഫസ്റ്റത്തെ ഫൈറ്റ് നടക്കും. ഫസ്റ്റത്തെ ഫൈറ്റ് ജയിക്കും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവും. അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ നമ്മുടെ കൊമൻഡേഴ്സ് ഡയറക്റ്റ്ലി ഇവരെ കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. ഇവനാണെങ്കിൽ മാസ്ക് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ ആരാന്ന് അറിയില്ലായിരുന്നു ആർക്കും. ഇവൻ മാസ്ക് മാറ്റിയപ്പോഴാണ് കൊമൻഡേഴ്സ് ആകെ ഞെട്ടിയത്. അവനെ കൊമൻഡേഴ്സ് പടയാളികൾ വിട്ടിട്ടുണ്ടായിരുന്നു ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വിചാരിച്ചിരുന്ന ഇവൻ മരിച്ചു എന്നാണ്. അപ്പോൾ അവിടേക്ക് ലുസീലിയയും വന്നിട്ടുണ്ടായിരുന്നു. ലുസിയുടെ മോനും അവിടേക്ക് വന്ന് ഇവനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ലുസീലിയയും ആകെ ഞെട്ടും, ഇവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു താങ്ങായിരുന്നു. പുള്ളിക്കാരിക്ക് ബ്രദറിന് ഇഷ്ടമല്ലായിരുന്നു, അപ്പനെ കൊന്നതാണെന്ന് അറിയായിരുന്നു. അപ്പോൾ ഇവനെ മാക്സിമസിനെ ത്രൂ ഒരു രക്ഷ റോമ സാമ്രാജ്യത്തിന് കിട്ടുമോ എന്ന രീതിയിൽ അവളുടെ മനസ്സിൽ ഓടി. അങ്ങനെ ഇവർ നല്ലൊരു ഫൈറ്റ് നടത്തി അത് ജയിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ മാക്സിമസിൻ്റെ ടീം. അങ്ങനെയാണ് അടുത്ത ഫൈറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് ടൈഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാങ്ങാണ്. അവർക്കാണെങ്കിൽ വലിയ പടച്ചട്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ടൈഗറും ഉണ്ട്, വിശന്ന് ഇരിക്കുന്ന ടൈഗറുകൾ. ഈ ടൈഗറുകൾ കെട്ടിയിട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഫൈറ്റ്. അങ്ങനെ മാക്സിമസ് ഗ്യാങ്ങായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. അതിലും മാക്സിമസിൻ്റെ കഴിവും യുദ്ധതന്ത്രങ്ങളൊക്കെ എടുത്ത് മാക്സിമസ്
ജയിക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം തോറ്റ ആളെ കൊല്ലണോ വേണ്ടതെന്ന് രാജാവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ രാജാവ് പറയും കൊല്ലണം എന്ന് പറയും. അതായത് നമ്മുടെ കൊമൻഡേഴ്സ് പറയും നമ്മുടെ മാക്സിമസിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ടീമിനെ കൊല്ലണം എന്ന്. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുക്കുമ്പോഴത്തേക്കും മാക്സിമസ് കൊല്ലാതെ വിട്ടിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ രാജാവ് പറഞ്ഞത് അനുസരിക്കാതെയാണ് അവൻ പോകുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും കൊമൻഡേഴ്സിന് ദേഷ്യം വരും. എന്നാലും ദേഷ്യം കാണിക്കില്ല. അതേ സമയത്ത് തന്നെ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ മാക്സിമസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ലുസീലിയ വരുന്നുണ്ട്. ലുസീലിയ പറഞ്ഞിട്ട് പറയും, ഞാൻ നിൻ്റെ ഫേവറബിളായിട്ടുള്ള കുറേ പടയാളികൾ ഇപ്പോഴും ഉണ്ട്, നിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ. അവർ ത്രൂ നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം, എന്നിട്ട് നീ ആർമിയിൽ ജോയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റോമ സാമ്രാജ്യം പിടിച്ചെടുക്കാം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അവൻ പറയുന്നത് എനിക്കതൊന്നും വേണ്ട, എനിക്ക് പകരം വീട്ടിയാൽ മതി കൊമൻഡേഴ്സിൻ്റെ അഗേൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രീതിയിൽ മാക്സിമസ് പറയും. ഇങ്ങനത്തെ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ലുസീലിയയുടെ മകൻ കാണുന്നുണ്ട്. ലൂഷ്യസ് എന്ന് പറഞ്ഞിട്ടാണ്. അവൻ വിചാരിച്ചു അമ്മ റോമ സാമ്രാജ്യത്തിൻ്റെ അഗേൻസ്റ്റ് പ്രവർത്തിക്കുന്നതാണെന്ന്. ഇത് പോയിട്ട് അവൻ കൊമൻഡേഴ്സിൻ്റെ അടുത്ത് പോയി പറയും. കൊമൻഡേഴ്സ് ഇതറിഞ്ഞ് ലുസീലിയനെയും ത്രെട്ടൻ ചെയ്യും. പിന്നെ ഇവനെ മാക്സിമസിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവനെ പൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടാളികളായ ബാക്കി സ്ലേവ്സ് ആയിട്ട് കൂടെ നിന്ന ഗ്യാങ് അവരും മാക്സിമസിനെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ എന്നാലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതിൽ അവർ കുറച്ച് പേരുടെ ജീവനും നഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് പേര് പണ്ടത്തെ പടയാളികളും ഇവനെ സഹായിക്കേണ്ട മാക്സിമസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ മാക്സിമസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതിനുശേഷം കൊമൻഡേഴ്സ് ഈ മാക്സിമസ് ആയിട്ട് ഒരു ഫൈറ്റ് ഡിക്ലെയർ ചെയ്യും. ഈ ഫൈറ്റ് തുടങ്ങിയതിന് മുമ്പ് ഈ മാക്സിമസിനെ കെട്ടിയിട്ടേക്കായിരുന്നു ഈ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സമയത്ത് പിടിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ കെട്ടിയിട്ടേക്കുന്ന സമയത്ത് കൊമൻഡേഴ്സ് ആദ്യം ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കത്തി കൊണ്ടൊരു കുത്ത് ലങ്സിൽ കുത്തിയിട്ടാണ് ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത്. അപ്പോഴത്തേക്കും മാക്സിമസ് മൊത്തത്തിൽ ടയേർഡായിട്ടിരിക്കുകയാണ്. ഈ പരിക്ക് പറ്റിയാണ് ഫൈറ്റിന് ഇറങ്ങുന്നത്. അവിടേക്കാണ് നമ്മുടെ കൊമൻഡേഴ്സ് ഭയങ്കര ധൈര്യത്തോടെ ചെന്ന് മാക്സിമസായിട്ട് ഫൈറ്റ് നടത്തുന്നത്. ആ ഒരു ഫൈറ്റ് നടക്കും. ഫൈറ്റ് നടന്ന് സ്റ്റിൽ നമ്മുടെ മാക്സിമസ് അവനെ പൂട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ആയുധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ചുറ്റും പടയാളികൾ നിൽക്കുന്നുണ്ട്. ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് പടയാളിയുടെ അടുത്ത് ആയുധങ്ങൾ ചോദിക്കും. കൊമൻഡേഴ്സിന് ആരും ആയുധം കൊടുക്കില്ല മാക്സിമസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാര്യം എല്ലാവർക്കും പടയാളികൾക്ക് മാക്സിമസിനെ ഭയങ്കര ഇഷ്ടമാണ്, ജനങ്ങൾക്കും മാക്സിമസിനെ ഇഷ്ടമാണ്. ലാസ്റ്റിൽ കൊമൻഡേഴ്സിൻ്റെ കയ്യുടെ ഉള്ളിലൊരു ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കത്തി എടുത്തിട്ട് മാക്സിമസിനെ കൊല്ലാൻ ശ്രമിക്കും. മാക്സിമസ് തിരിച്ച് പിടിച്ച് ആ കത്തി കൊണ്ട് തന്നെ കൊമൻഡേഴ്സിനെ കുത്തി കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ പകരം വീട്ടാണ് അവിടെ വെച്ച്. പക്ഷേ എന്നാലും നമ്മുടെ മാക്സിമസിന് കുറേ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ലങ്സിൽ കുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണത്താൽ അവിടെ വെച്ച് മാക്സിമസ് മരിക്കുകയാണ് ചെയ്യേണ്ടത്. മരിച്ചതിന് ശേഷം അവനെ കാണിക്കുന്ന അവൻ്റെ ഒരു ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. അവൻ്റെ ആഫ്റ്റർ ലൈഫ് കാണിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയും കൊച്ചിൻ്റെ അടുത്തേക്ക് അവൻ പോകുന്നതായിട്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേസമയം ഇവൻ്റെ ഡെഡ് ബോഡി അവനെ ഒരു നല്ലൊരു പട്ടാളക്കാരനെ, ഒരു നല്ലൊരു ജനറലിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും നാട്ടുകാരും അവൻ്റെ ബോഡി എടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ലേവ്സിൽ കൂട്ടുകാരനായ ജൂബോ എന്ന് പറഞ്ഞ ഒരാൾ അവൻ്റെ ഭാര്യയുടെയും മകൻ്റെയും റിമൈനിങ്സ് എടുത്ത് മാക്സിമസ് മരിച്ച സ്ഥലത്ത് കൊളോസിയത്തിൻ്റെ സെൻട്രലായിട്ട് കുഴിച്ചിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ എന്ന രീതിയിൽ അവൻ്റെ ബ്ലഡ് കിടന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചിടുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾക്കൊരു ഫ്രീഡം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാഡിയേറ്റർ 1ൻ്റെ റീക്യാപ്പ്. നിങ്ങൾക്ക് ഈ റീക്യാപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.